വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കലാവിരുദ്ധവും കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നാണെങ്കിൽ നമ്മളുടെ ഓണ ഫംഗ്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ വീട്ടിൽ. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഊഞ്ഞാല് കെട്ടിയതിൻ്റെയാണ്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പം ഇന്നാണെങ്കിൽ കുറച്ച് ഓണപ്പൂക്കൾ വാങ്ങിച്ച് അത്ത ഇടുന്നതാണ്. അപ്പം നമുക്ക് ഓണം പൂക്കൾ വാങ്ങിച്ച് നമ്മൾ ഇറുത്തോണ്ടിരിക്കുവാണ് സിറ്റ് ഔട്ടിൽ. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ജമന്തി പൂവിലാണ്. അത് നമുക്ക് ഓറഞ്ചും മഞ്ഞയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറുത്ത് രണ്ടും ഒരേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ളത് ഒരു വയലറ്റ് കളറിലുള്ള പൂവാണ്. നമുക്ക് ചാണകമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ മണ്ണ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. മുറ്റത്ത് ഇതുപോലെ വെള്ളവും കുഴച്ച് പൂശുന്നുണ്ട്. ഇതാണ് ഓണത്തപ്പൻ എന്ന് പറയുന്നത്. ഇത് ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ചൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ അത്ത ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓണത്തപ്പൻ്റെ ചുറ്റിലും നമ്മൾ റോസാപ്പൂ വെച്ചാണ് ആദ്യം റൗണ്ട് വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ കയ്യിലുള്ള ആ ഒരു വയലറ്റ് പൂ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എപ്പോഴും സർക്കിൾ വരയ്ക്കാതെ വേറൊരു ഡിസൈനും കൂടെ വരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മറ്റേ ഓറഞ്ച് ജമന്തി എടുത്തിട്ട് അതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റോസാപ്പൂ എടുത്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും വരച്ചിട്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തത്. അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം നമ്മൾ ഇട്ടിട്ട് ഇത്തിരി രാവിലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും ചേർന്നിട്ടാണ് ഇത്ര ഇട്ടത്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് കൊണ്ട് കാണിച്ചത് ഉണ്ണിക്കുട്ടനെയാണ്. ഉണ്ണിക്കുട്ടൻ ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനത്തി കയ്യിൽ വാരി കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കുളിച്ചൊരുങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം പോയത് ഊഞ്ഞാലാടാനായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണേ. ആദ്യം തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി ഞാനാണ് ആദ്യം ഊഞ്ഞാലാടിയത്. അതിന് ശേഷം എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലാടാനായിട്ട്. നല്ല വൈബായിരുന്നു രാവിലെ. അങ്ങനെ എൻ്റെ മണിക്കുട്ടിയെ എൻ്റെ അനിയത്തി ആട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാൻ മറക്കല്ലേ. അതിനുശേഷം നമ്മൾ കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഓണമായിട്ട് നമ്മളിന്ന് കോവിലിൽ പോകാൻ പോകണമാണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മളിന്ന് പോകാൻ വിചാരിച്ചത് ആഴിമല ക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കോവിലിൽ പോയപ്പം എടുത്ത് കാണിച്ചത് ആ ഒരു ആഴിമലയിലെ ശിവൻ്റെ ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ കോവിലിനകത്ത് കയറാൻ വേണ്ടി പോയി കേട്ടോ. നമ്മൾ അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിശേഷം വന്നാലും നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു ആഴിമല ക്ഷേത്രത്തിലാണ്. എന്തെന്നറിയില്ല, മനസ്സിനൊരു കുളിർമയും ആ ഒരു സന്തോഷവും ഏകുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമാണ്. ആ ഒരു തണുത്ത കടലിൻ്റെ ഫ്രണ്ടിൽ ശിവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു കുളിർമയിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകും. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ്, ഒരു വൈബാണ് കാണുന്നത് കേട്ടോ. ആ ഒരു കടലിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പം ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് പോയ ഒരു കോവിലാണിത്. ഇഷ്ടംപോലെ നമ്മൾ പോയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ ഇഷ്ടംപോലെ കണ്ടു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഉത്സവമൊക്കെ വരുമ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത്. രാവിലെ തിരുവോണ ദിവസത്തിൽ കുളിച്ചൊരുങ്ങി ശിവൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്ര ജനങ്ങൾ വന്നത്. അടുത്ത് നമ്മൾ പോയത് പ്രതിഷ്ഠകളെ കാണാനാണ്. ആദ്യമായിട്ട് നമ്മൾ പോയത് നാഗരുടെ കോവിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കടൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കടൽ കണ്ട് അവിടെ തന്നെ നമ്മൾ നിന്ന് പോയി. കാരണം ആ ഒരു മനസ്സ് നമ്മൾ അനുവദിച്ചില്ല ഇവിടെ വരാനായിട്ട്. എപ്പോഴൊക്കെ വന്നാലും ഫോട്ടോ എടുത്ത് പോകും. കാരണം ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് തോന്നിപ്പോവും. നമുക്ക് കിട്ടിയ വേറൊരു ഭാഗ്യമാണ്, അവിടെ ഇങ്ങനെ കഞ്ഞി ഉണ്ടായിരുന്നു, നല്ല ചൂട് കഞ്ഞി ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ തന്നെ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ പ്രഭാത ഭക്ഷണം. ഞാനും എൻ്റെ അച്ഛനും അനിയത്തിമാരൊക്കെ കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. ഏകദേശം നമ്മളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകാനായിട്ട് പോയി. അവിടെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. നല്ല തണുത്ത കാറ്റും കൂടാതെ അവിടെ കടൽ തീരവും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു. ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിമാരെയും കൂടെ ഞാൻ കഴുകി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്ലേറ്റ് അവിടെ തന്നെ തിരിച്ച് കൊണ്ട് വയ്ക്കുവാണ്. അവിടെ നിന്ന്
പൈസ കൊടുത്താൽ ഉണ്ണിയപ്പം കിട്ടുമായിരുന്നു. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെയാണെങ്കിൽ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണിയപ്പം പാക്കറ്റിന് തന്നെ 25 രൂപയാണ് വരുന്നത്. നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടികളായിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോറ്റി വണ്ടി ഓട്ടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പോറ്റിമാർ സാധാരണ വണ്ടി പൂജിച്ച് കൊടുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് പോറ്റി തന്നെ ഓട്ടിച്ച് കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പവും കിട്ടി. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. ഞാനും അച്ഛനും അനിയത്തിയും കൂടെ സുഖമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഡാൻസൊക്കെ ആയിക്കോട്ടെ എന്നത് ഇത്തിരി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ സദ്യ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അനിയത്തിമാരും മാമനും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് സദ്യ കഴിച്ചു കേട്ടോ. ഒത്തിരുന്ന് സദ്യ കഴിക്കാനും വേറൊരു വൈബാണ്. തിരുവോണ ദിവസത്തിലും സദ്യ കഴിക്കാൻ നേരത്ത് നമ്മൾ തറയിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടന് കൊടുക്കുന്നുണ്ട്. അവൻ ഇതെന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അവൻ വാരി കളിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനും അവനും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ തുമ്പി തുള്ളാൻ വേണ്ടിയിട്ട് പോയി. അവിടെയൊക്കെ വാരി എറിഞ്ഞു പൂക്കളൊക്കെ. ഇത് നമ്മൾ ഗാർഡനിൽ നിന്നിട്ടാണ് ഇറങ്ങിയത്, അവിടെ തൂക്കാൻ വയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഏകദേശം രാത്രി സന്ധ്യ അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി അത്തം കാണാൻ വേണ്ടി വെളിയിൽ ഇറങ്ങി. നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ അത്തമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കണ്ടത് ശിവൻ്റെ അത്തമാണ്. അത് നല്ല വലിയതായിരുന്നു. നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന തരത്തിലുള്ള അത്തമായിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഇതായിരുന്നു. അവരാണെങ്കിൽ സംഭാവനകളൊക്കെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാത്രി മുഴുക്കെ ഇരുന്നിട്ടായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഓരോ അത്തവും ചെയ്യുന്നത്. അപ്പം ഇത് 4ാമത്തെ എന്തോ അത്തമാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നത്. നമ്മൾ കണ്ടതിൽ മിക്കതും നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന തരത്തിലുള്ള ശിവൻ്റെ അത്തമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടത് കാരണം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതായിട്ടുള്ള അത്തം ഇതായിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുകളും ഇതിലൊക്കെ മനസ്സിലാവാൻ സാധിക്കും. സ്ഥലം വന്നിട്ട് പെരുന്താനിയിലാണ്. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാറിൽ പോയപ്പോഴും ആദ്യമായിട്ട് ഇങ്ങനെ നോക്കിയപ്പം ഇഷ്ടംപോലെ ആൾക്കാർ നിന്നത് കാരണമാണ് നമ്മൾ വന്ന് നോക്കാൻ കാരണം. അപ്പം ഇഷ്ടംപോലെ കഠിനാധ്വാനം അവർ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതിനുശേഷം വണ്ടി ഓട്ടിച്ച് പോകുമ്പോൾ നമ്മൾ ഗണപതിയുടെ ഒരു അത്തം കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വടംവലി കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ അവർ വടം വലിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഏതെങ്കിലും അത്തം ഉണ്ടെങ്കിൽ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഓണാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് ഒരു ഹനുമാൻ്റെ അത്തം നമ്മൾ കണ്ടത്. നമ്മളുടെ ഓണവിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.